ഇതിനകത്ത് ഈ രണ്ട് വിഷയങ്ങളും വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെൻസിബിളായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ രണ്ട് വിഷയമാണ്. ഒന്ന്, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് കമ്മീഷണർ എന്ന് പറയുന്ന ശ്രീ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമ കണ്ടിട്ട് എൻ്റെ ഏറ്റവും വലിയ മോഹം ഒരു IPS കാരനാവണം എന്നുള്ളതാണ്. അത് ഏകദേശം ഒരു 2 വർഷം വരെ അതിൻ്റെ ഒരു ഹാങ് ഓവർ എൻ്റെ മനസ്സിൽ നിന്നു എന്നുള്ളതാണ് സത്യം. വീണ്ടും ഈ സിനിമ കാണുകയും ശ്രീ സുരേഷ് ഗോപി നടന്നു വരുന്നത് പോലെ ഒരു തീപ്പൊരി പോലീസ് ഓഫീസർ ആവാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ എൻ്റെ ചെയ്യില്ല. അപ്പോൾ അതൊരു ഗുഡ് ഇൻഫ്ലുവൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. അതുപോലെ തന്നെ പല സിനിമകളും നമ്മുടെ സിനിമാ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടിക്കാലത്ത് നമ്മുടെ ഒരു ഹീറോയിസം എന്ന് പറയുന്ന പാറ്റേൺ ഫോളോ ചെയ്യാൻ സിനിമ ഭയങ്കരമായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് സത്യവാസ്തവം തന്നെയാണ്. അപ്പോൾ ഞാനതാ പറഞ്ഞത്, രണ്ടാണ്. അപ്പം അത് മാത്രമാണോ കാരണം? അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ എടുക്കാത്തതും സിനിമയുടെ ഒരു ഗുഡ് വൈബായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ ഒരു വില്ലൻ എന്ന് പറയുന്ന അയാളുടെ സ്വഭാവം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സമൂഹത്തിൽ അന്നത്തെ കാലത്ത്, അന്ന് ഞാൻ പറഞ്ഞ സ്കൂൾ കോളേജ് തലത്തിലൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വില്ലന് കുറേ പരിവേഷങ്ങളുണ്ട്. ആ പരിവേഷമുള്ളത് ഒരു സമൂഹത്തിൽ നെഗറ്റീവാണെന്നും നായകനുള്ള പരിവേഷം ഈ സമൂഹത്തിൽ പോസിറ്റീവാണെന്നും അതാണ് നമ്മൾ മോട്ടിവേറ്റഡായി ജീവിതത്തിൽ തുടർന്ന് കൊണ്ടുപോകേണ്ടതെന്നും ഒക്കെ ഉള്ള കുറേ ധാരണകൾ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് പല രീതിയിൽ. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ അവസ്ഥയിൽ പോലും പല സിനിമകൾ കാണുമ്പോൾ, ചില ക്യാരക്ടറിനെ കാണുമ്പോൾ ഞാൻ മോട്ടിവേറ്റഡ് ആവാറുണ്ട്. എന്താ പോസിറ്റീവ് സൈഡ്. ഇമോഷണലി ഒരു അച്ഛനും അമ്മയും തമ്മിലുള്ള മകനുമായിട്ടുള്ളൊരു ബന്ധം സിനിമയിൽ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമോഷൻ്റെ ഒരു കോഡ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് തോന്നുന്നു വാത്സല്യം എന്ന് പറയുന്ന ശ്രീ മമ്മൂട്ടിയുടെ സിനിമ, കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത സിനിമ, അത് കുടുംബങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഒത്തൊരുമയുണ്ട്. അതായത് എത്രയൊക്കെ വിട്ടുപോയിരുന്നാലും അവസാനം കുടുംബം ഒന്നായി നിൽക്കണമെന്ന് പറയുന്ന ഒരു ആശയം ആ സിനിമ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് സത്യമാണ്. എങ്കിലും അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മുടെ സിനിമ, മലയാള സിനിമയാണോ ഇന്നത്തെ കാണുന്ന അക്രമങ്ങൾക്കും അല്ലെങ്കിൽ ഈ കാണുന്ന അനീതികൾക്കൊക്കെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറയും. കാരണം പണ്ട് നമുക്ക് തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ അല്ലെങ്കിൽ ദൂരദർശനിൽ കൊണ്ട് കാണുന്ന സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഒരു മൊബൈലുള്ള ഒരു കുട്ടിക്ക് ലോകത്തുള്ള ഏത് വീഡിയോ വേണോ കാണാം, ഏത് സിനിമ വേണോ കാണാം. അതിന് പ്രായപരിധിയില്ല, സെൻസർഷിപ്പ് ഇല്ല. അവൻ കുറച്ച് അവനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ എവിടെ പോകും. അപ്പം നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ല എന്ന് ഞാൻ പറയും.